ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പറവൂർ ചേന്നമംഗലത്ത് മുസിരീസ് വിഷുമാറ്റ ചന്ത ആരംഭിച്ചു കേട്ടോ. ഒരുപാട് സ്റ്റാളുകളൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റാണ് ഇവിടെ. അതുപോലെ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സംഭവമാണ് ഈ വിഷുമാറ്റ ചന്ത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി വരുന്നത് കൈമാറ്റ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് പാലിയത്തച്ഛന്മാർ തുടങ്ങി വെച്ചതാണ് ഈ മാറ്റച്ചന്ത. ആദ്യകാലത്ത് നാട്ടിൻപുറങ്ങളിൽ വിളവുണ്ടാക്കി പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് തമ്മിൽ കൈമാറുന്ന രീതിയായിരുന്നു. പുഴയിലൂടെ വള്ളത്തിൽ പച്ചക്കറികളും മറ്റു വസ്തുക്കളും കൊണ്ടുവരുന്ന കാഴ്ച ഇവിടുത്തെ പഴമക്കാരുടെ ഓർമ്മയിലുണ്ട്. നാണയങ്ങൾ സുലഭമായി കിട്ടിത്തുടങ്ങിയപ്പോൾ പണം നൽകിയുള്ള കച്ചവടമായെങ്കിലും മാറ്റച്ചന്ത എന്നു തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. കളിമൺ പാത്രങ്ങൾ, അതുപോലെ കളിമണ്ണ് കൊണ്ടുള്ള പല രൂപത്തിലുള്ള പല രൂപങ്ങൾ, അങ്ങനെ പല രീതിയിൽ ഇതിപ്പോൾ ഏഷ്യ ഫുഡ്സിൻ്റെ കുറച്ച് ഫുഡ് സംഭവങ്ങളൊക്കെ അവിടെ ഒരു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അടുത്തതായി നമ്മൾ എത്തിപ്പെട്ട ബുക്ക് സ്റ്റാളിൻ്റെ അടുത്തേക്കാണ്. വൈഫും മോനും ബുക്കുകളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും പോകുന്നതിന് മുമ്പ് അവർ 1-2 ബുക്കുകൾ എന്തായാലും വാങ്ങിക്കും എന്നുള്ള ഷുവറാണ്. വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്നാണല്ലോ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്താണ് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിച്ച അധ്യാപകൻ നമ്മുടെ അജയൻ സാറ് അവിടെ ബുക്ക് സ്റ്റാളിൽ നിൽക്കുന്നത് കണ്ട് അങ്ങനെ ആളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് വിശേഷമൊക്കെ പറഞ്ഞു. അതാ നമ്മുടെ പുത്രൻ സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ബുക്ക് സ്റ്റാൾ കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് നിൽക്കുന്നു നമ്മുടെ ഗിൽഷ ടീച്ചർ, എൻ്റെ അധ്യാപികയായിരുന്നു. അങ്ങനെ ടീച്ചറായിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഇനിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. നാളേക്ക് അത്യാവശ്യം കച്ചവടം ഉണ്ടാവും കേട്ടോ. കഴിഞ്ഞോട്ട് ഇട്ടായിരുന്നു, പക്ഷെ അത് സ്റ്റാളിൽ മാത്രം സ്പേസ് ഭയങ്കര കുറവായിട്ട് അതിനെ സെപ്പറേറ്റ് ഇട്ടതാണ്. നമുക്ക് കസ്റ്റമൈസ്ഡ് ക്യാൻഡിൽസ് ഉണ്ട്, സെന്റഡ് ക്യാൻഡിൽസുകൾ ഉണ്ട്, ഡിസൈനർ ക്യാൻഡിൽസ് ഉണ്ട്, ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ട്. ലൈവ് ഫ്രിഡ്ജ് മാഗ്നറ്റ് നമ്മൾ ചെയ്തു കൊടുക്കും, മാഗ്നറ്റ് ചെയ്തു കൊടുക്കും ലൈവായിട്ട്. ഫോട്ടോ ഫോട്ടോ നമുക്ക് QR ലേക്ക് അയച്ചാൽ മതി. നമ്മൾ അതുപോലെ അപ്പൊ തന്നെ സ്കാൻ ചെയ്തിട്ട് പ്രിന്റ് എടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് തരും. मशीन को बार बार ऑन ऑफ करेंगे, एक बार ऑन कर देगा तो जनरेटर ऑफ हो जाएगा ना, फिर ऑन करते टाइम उसको बंद करिएगा तो एक दिन लोड खींचता है। अब जनरेटर ऑफ हो जाएगा उसको ऑफ करके एक जनरेटर
അറിയില്ല. പരിപാടിയിട്ടാണോ വീഡിയോ? ഇല്ല, പേഴ്സണലായിട്ടുള്ളൊരു പേഴ്സണലായിട്ടാണ്. എങ്ങനെയുണ്ട് കച്ചവടം? നാളത്തേക്ക്. നാളെ സൺഡേൻ്റെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും. കേട്ട് വരണുള്ളൂ. ആ, ഓക്കെ.